SSLCക്കും പ്ലസ് ടുവിനും ശേഷം പ്രൊഫഷണൽ കരിയർ തിരഞ്ഞെടുക്കാവുന്ന ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ. വൈദ്യുതി ബന്ധം നിലച്ചതോടെ ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും ചികിത്സയും താറുമാറായി. വൈദ്യുതി ഇല്ലാതായതോടെ ഹെൽത്ത് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തനരഹിതമായി. കുത്തിവെപ്പ് നടപടികൾ അടക്കം നടക്കുന്നത് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ. ഡോക്ടർമാരും രോഗികളും ജീവനക്കാരും വലഞ്ഞു. രോഗിയുടെ OP ടിക്കറ്റ്, ഡോക്ടറുടെ കുറിപ്പടികൾ, ലാബ് റിസൾട്ടുകൾ, മരുന്ന് വിതരണം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഹെൽത്ത് സംവിധാനം വഴി ലിങ്ക് ആയതിനാൽ വൈദ്യുതി അനിവാര്യമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പ്രാഥമിക ആശുപത്രിയായി തെരഞ്ഞെടുത്ത ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥാപിച്ചു പോയതല്ലാതെ ഇതുവരെ ഒരു സർവീസ് പോലും നടത്തിയിട്ടില്ല. ജനറേറ്റർ തകരാറിലായി 2 ആഴ്ച കഴിഞ്ഞെങ്കിലും നന്നാക്കിയിട്ടില്ല. ഇടയ്ക്കിടെ കറണ്ട് പോകുന്നതോടെ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനങ്ങളെല്ലാം തകരാറിലാകുകയാണ്. ബുധനാഴ്ച നടക്കുന്ന പ്രതിരോധ കുത്തിവെപ്പ് സംവിധാനങ്ങളെല്ലാം മൊബൈൽ വെളിച്ചത്തിലാണ് നടന്നത്. OP ടിക്കറ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കൗണ്ടറും പ്രവർത്തിച്ചത് മൊബൈൽ വെളിച്ചത്തിലാണ്. വൈദ്യുതി ഇല്ലാതായതോടെ നിത്യരോഗികൾക്ക് സ്ഥിരമായി നൽകുന്ന ചികിത്സയുടെയും മരുന്നുകളുടെയും വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കൂടുതൽ പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ കറണ്ടില്ല. ചോക്കാട് ഹോസ്പിറ്റലിൽ കറണ്ടില്ല. അപ്പോൾ ജനറേറ്റർ വെച്ച് നോക്കുമ്പോൾ ജനറേറ്റർ കേടാണ് പറഞ്ഞു. അപ്പോൾ ഈ ആഴ്ച വന്നപ്പോഴും ജനറേറ്റർ കേടാണ്, കറണ്ടില്ല. മരുന്ന് നിത്യരോഗികൾക്ക് എങ്ങനെ ഇവിടെ മരുന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ നിത്യരോഗികൾക്ക് ഷീട്ട് കൊടുക്കണില്ല, എഴുതിയാണ്ട് ഷീട്ട് കൊടുക്കണില്ല. അത് കമ്പ്യൂട്ടറിലാണ്. ഈ കമ്പ്യൂട്ടറിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് മരുന്ന് ഏതാണെന്ന് അവർ കുടിക്കണമെന്ന് അറിയുള്ളൂ. അപ്പോൾ എന്നും മടങ്ങുകയാണ് ഇവിടെ. ഇപ്പോൾ ഇന്ന് കുത്തിവെപ്പ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അവിടെ ഇപ്പോൾ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് കുട്ടികൾക്ക് കുത്തിവെപ്പ് എടുക്കുന്നത്. അതിലെന്തെങ്കിലും സംഭവിച്ചാൽ വലിയ ഉത്തരവാദിത്തം പറയുമോ? ഒരു ജനറേറ്ററില്ല, ഒന്നുമില്ല അവിടെ. എന്നും നിത്യരോഗികൾ വന്നുകൊണ്ട് മടങ്ങി പോവുകയാണ്. അതിനൊരു പരിഹാരം കാണണം എന്നാണ്. പെടയന്താൾ 40 സെന്റ് റോഡിലെ വൈദ്യുതി പോസ്റ്റിലെ ഇൻസിനറേറ്ററുകൾ മാറ്റിസ്ഥാപിക്കുന്ന വലിയ പ്രവൃത്തി നടന്നു വരികയാണ്. ഇതാണ് ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലാതാകാൻ കാരണം. ബദൽ സംവിധാനം ഇല്ലാതെയും ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വൈദ്യുതി അനിവാര്യമാണെന്ന കാര്യവും പഞ്ചായത്ത് വൈദ്യുതി വകുപ്പിനെ അറിയിച്ചിട്ടില്ല എന്നതും ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. അടിയന്തരമായി ജനറേറ്റർ തകരാർ പരിഹരിക്കുകയോ ജനറേറ്റർ താൽക്കാലികമായി വാടകയ്ക്കെത്തിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.